നമസ്കാരം. മസാല ബോണ്ടിൽ മുങ്ങിക്കിടന്ന തോമസ് ഐസക്കിനെ പൊക്കിയെടുത്ത ഹൈക്കോടതി. ഇഡി വരിഞ്ഞു മുറുക്കിയ തോമസിന് ആശ്വസിക്കാം. മസാല ബോണ്ടിൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യരുതെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് വരെ ആശ്വസിക്കാനുള്ള വകുപ്പേ ഉള്ളൂ തോമസിന്. അന്വേഷണത്തിൽ തോമസ് ഐസക് ഏതാണ്ട് വീണുപോയ അവസ്ഥയിലായിരുന്നു. ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടായാൽ തോമസ് അകത്താകുമെന്ന് ഉറപ്പാണ്. അതിനു പിന്നാലെയാണ് തോമസിന് കുറച്ചു ദിവസത്തെ ആശ്വാസം നൽകാൻ കോടതി തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് ഹൈക്കോടതി പറഞ്ഞത്. കിഫ്ബി മസാല ബോണ്ട് കേസിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. തോമസ് ഐസക് സ്ഥാനാർത്ഥിയാണെന്നും പാർലമെന്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യേണ്ടതില്ലെന്നും ജസ്റ്റിസ് ടി.ആർ. രവി വ്യക്തമാക്കി. ഐസക്കിന് ഹാജരാകാനുള്ള ഒരു തീയതി അറിയിക്കാൻ ഇതിനിടെ ഇഡി ആവശ്യപ്പെട്ടെങ്കിലും താനത് നിർദ്ദേശിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു. താൻ അപ്രകാരം പറഞ്ഞാൽ അത് ഐസക്കിനെ നിർബന്ധിക്കുന്നതിന് തുല്യമാവും. ഇഡി സമർപ്പിച്ച ഫയലുകളിലൂടെ താൻ കടന്നുപോയെന്നും അന്വേഷണം നടക്കുന്നതിനാൽ അതിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തില്ലെന്നും കോടതി വ്യക്തമാക്കി. മസാല ബോണ്ടിൽ ഇഡി തന്റെ മുൻപാകെ ഹാജരാക്കിയ ചില ഫയലുകൾ പരിശോധിച്ചതിൽ നിന്ന് ചില കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഐസക്കിനെ വിളിപ്പിച്ചു വേണോ, രേഖാമൂലം മതിയോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇഡിക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം വാക്കാൽ വ്യക്തമാക്കി. കേസ് വീണ്ടും മെയ് 22-ന് പരിഗണിക്കാനാണ് ഇരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് വഴിയുള്ള ഫണ്ട് ചിലവഴിച്ചതിൽ പ്രഥമ ദൃഷ്ട്യായെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ഇഡിക്ക് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് ഇഡി ഇത് സംബന്ധിച്ച വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഇഡി നിരന്തരം സമൻസ് അയക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് സമർപ്പിച്ച ഹർജിയും കിഫ്ബിയുടെ ഹർജിയുമാണ് ഹൈക്കോടതി മുൻപാകെയുള്ളത്. താൻ ഇഡിക്ക് മുൻപാകെ ഹാജരാകില്ലെന്നും താൻ കിഫ്ബി പദവിയിലിരുന്നത് ധനമന്ത്രി എന്ന നിലയിലാണെന്നുമാണ് തോമസ് ഐസക് വാദിച്ചത്. എന്നാൽ കിഫ്ബി സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഐസക്കിനെ വിളിപ്പിക്കുന്നതെന്ന വാദം ഇഡിയും ആവർത്തിക്കുന്നു. തുടർന്നാണ് ഫണ്ട് എന്തിനു വേണ്ടിയാണോ അനുവദിച്ചത് അതിനല്ലാതെ ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ജസ്റ്റിസ് ടി.ആർ. രവി നിർദ്ദേശിച്ചത്. ഇലക്ഷൻ കഴിയുന്നതോടെ തോമസ് വീണ്ടും ആശങ്കയിലാകുമെന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. മസാല ബോണ്ട് സൂത്രധാരൻ തോമസ് ഐസക് തന്നെയെന്ന് നേരത്തെ തന്നെ ഇഡി വെളിപ്പെടുത്തിയ കാര്യമാണ്.